കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. മക്കൾസ്, ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഇനി എന്തിന് കൺഫ്യൂഷൻ? കൺഫ്യൂഷനിൽ എല്ലാ പരിഹാരവും നമ്മളെ സൈലത്തിലുണ്ട്. സംസാരിക്കുന്നത് JK, നിങ്ങളുടെ പ്രിയപ്പെട്ട JK. മക്കളെ, പൊതുവെ നമ്മൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, ദ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ എല്ലാ സമയത്തും കുട്ടികൾക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ പൊളിച്ചടക്കും, നമ്മൾ സുഖമായിട്ട് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു കാര്യം, കൺഫ്യൂഷൻ നമ്മൾ തീർത്തിരിക്കും മക്കൾസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ചാപ്റ്ററിൽ വരുന്ന കൺഫ്യൂഷൻ ഏതാണ്? നമ്മൾ പൊതുവെ കുട്ടികൾ എപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ ഈ ചിത്രമാണോ? ഈ ചിത്രത്തിലേക്കൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രം കാണുമ്പോൾ അത് ഏത് രീതിയിലുള്ള കണക്ഷനാണ്? കൺഫ്യൂഷൻ വന്നേക്കാം. പല കുട്ടികളും പറയുന്നുണ്ട്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഒരു ചിത്രമായിരിക്കും കൺഫ്യൂഷൻ. പക്ഷേ ആരും പേടിക്കേണ്ട, ഞാനുള്ളപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ നമ്മൾ തീർത്തിരിക്കും മക്കൾസ്. ഇനി ചില കുട്ടികൾക്ക് ചിലപ്പോൾ അയ്യോ സാറേ, ആ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെ കറണ്ട് എങ്ങനെയാണ്, വോൾട്ടേജ് എങ്ങനെയാണ്, ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് സഫല പ്രതിരോധം എങ്ങനെയായിരിക്കും? ഒരു കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ തീർത്തിരിക്കും. ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളത് പൊളിച്ചടക്കി പഠിച്ചിരിക്കും. പരീക്ഷയിൽ വരുന്ന ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് തുടങ്ങാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ റെഡി. മക്കൾസ്, നോക്കിക്കോളൂ. യോ 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 കൺഫ്യൂഷൻ ഇനി വേണ്ട. നിങ്ങൾക്കാർക്കും ഇനി കൺഫ്യൂഷൻ വേണ്ട. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും മക്കൾസ്, നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ബേസോട് കൂടി തുടങ്ങാം. നിങ്ങൾ ഇതുവരെ കണ്ട 2 ചിത്രങ്ങൾ, അത് എങ്ങനെയെന്നുള്ള ഏറ്റവും അവസാനം നിങ്ങൾ ആ ആൻസറിലേക്ക് എത്തും. നമുക്ക് നോക്കാം ഈ ചിത്രത്തിലൂടെ. ഇപ്പം ഞാനിവിടെ കൊടുത്തൊരു ചിത്രം നോക്കൂ. ആ ഒരു ബൾബ്, ഈ ബൾബിനകത്ത് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് നമ്മളെ ബാറ്ററി എന്ന് പറയുന്നത്. മക്കൾസ്, ഇവിടെ നോക്കൂ, ഇതാണ് ബാറ്ററി. ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഈ ബാറ്ററിയുടെ 2 എൻഡ്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് 2 എൻഡ്, അതെന്ത് ചെയ്യുന്നു? നേരെ ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതപ്പോൾ നമ്മളൊരു ബൾബാണ്. ഇനി ഇവിടെ ഒരു സ്വിച്ചും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ നമ്മളൊരു കോപ്പർ വയർ, സാധാ ഒരു വയർ എടുത്തു, എന്നിട്ട് നമ്മളൊരു ബൾബിലേക്ക് കണക്ട് ചെയ്തു. എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന ഒരു പിക്ചറാണിത്. വളരെ ഈസിയാണ്. ഇനി നോക്കിക്കോളൂ മക്കൾ, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് നമ്മളെ ബൾബിലേക്ക് കറണ്ട് എത്തുന്നു. അങ്ങനെ കറണ്ട് ഇതിലൂടെ വന്ന് വീണ്ടും ഇവിടെ എത്തിച്ചേരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഇതിലൂടെ കറണ്ട് അങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നോക്ക്, ഈ പോസിറ്റീവിൽ നിന്ന് കറണ്ട് പാസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ നീല ചെറിയ ചെറിയ ഓരോ സ്പോട്ട് പോലെ ഞാൻ കൊടുത്ത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് നമ്മളെ ബാറ്ററി അല്ലെങ്കിൽ ബൾബിലേക്ക് എത്തുന്നു. ബൾബിൽ നിന്ന് നേരെ സ്വിച്ച് വഴി ഇങ്ങോട്ട് എത്തുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ബൾബ് പ്രകാശിക്കുന്നു. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷ്വലിൽ കാണാൻ പറ്റും. അതായത് സ്വിച്ച് ഓൺ ആകുന്നു, ഓഫ് ആകുന്നു, ഓൺ ആകുന്നു, ഓഫ് ആകുന്നു, ബൾബ് പ്രകാശിക്കുന്നു, കെടുന്നു, ബൾബ് പ്രകാശിക്കുന്നു, ലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫ് ആകുന്നു. അങ്ങനെയുള്ള ഒരു ചിത്രം. ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ വേണ്ട. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ വീടുകളിലേക്ക് ബൾബ് കണക്ട് ചെയ്ത് ഒരു പ്ലഗ് എടുത്ത് നേരെ ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലൊരു ചെറിയൊരു ചിത്രം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഞാൻ അതേ ചിത്രത്തിൽ തന്നെ വീണ്ടും ഒരു മാറ്റം വരുത്തി. എന്ത് ചെയ്തു? അതേപോലെ ഒരു ബാറ്ററി എടുത്തു. ചിത്രത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടെന്നുള്ളൂ. ആ ബാറ്ററിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇതാ ഇവിടെ നോക്കി, ഇതാണ് നമ്മളെ ബാറ്ററി. മക്കൾസ്, ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇതിലേക്ക് നോക്കി, ഇതാണ് നമ്മളെ ബാറ്ററി. ആ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ പോസിറ്റീവിൽ നിന്ന് ഇതാ ഒരു വയർ വഴി ഒരു ബൾബിലേക്ക് എത്തിച്ചേർന്നു. അടുത്തത് വീണ്ടും ഒരു വയർ വഴി രണ്ടാമത്തെ ഒരു ബൾബിലേക്ക് എത്തിച്ചേർന്നു. മക്കൾസ്, വീണ്ടും നോക്ക്, തൊട്ടടുത്ത 3ാമത്തെ ബൾബിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അവസാനം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മളെ ബാറ്ററി എന്ന് പറയുന്നത്, നമ്മുടെ ബാറ്ററി. ഇനി ഇത് B1 എന്നുള്ള 1ാമത്തെ ബൾബ് ഞാൻ കൊടുത്തു, B2 എന്നുള്ള 2ാമത്തെ ബൾബ് ഞാൻ കൊടുത്തു, B3 എന്നത് 3ാമത്തെ ബൾബ് ഞാൻ കൊടുത്തു. അപ്പോൾ നേരത്തെ അതേ കണക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? B1, B2, B3 എന്ന 3 ബൾബുകൾ നമ്മൾ കണക്ട് ചെയ്തു. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കൾ, ഇത് മാത്രമുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങനെ പോസിറ്റീവ് തുടങ്ങി, പോസിറ്റീവ് പോസിറ്റീവ്. നമ്മൾ കബഡിയൊക്കെ കളിക്കുന്നവർ കബഡി 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 കറണ്ട് 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 പോസിറ്റീവ് പോസിറ്റീവ് 1ാമത്തെ ബൾബിലെത്തി. കൺഫ്യൂഷൻ വേണ്ട,
ഇനി എന്തിന് കൺഫ്യൂഷൻ? അങ്ങോട്ടാണ് നമ്മൾ എത്തുന്നത്. മക്കൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇവിടെ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ B1 എന്നുള്ള ബൾബിലേക്ക് കറണ്ട് എത്തിച്ചേർന്നു. പിന്നീട് ഈ ബൾബിൻ്റെ അടുത്ത എൻഡിൽ നിന്ന് തൊട്ടടുത്ത ബൾബിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും അടുത്ത B2 എന്നുള്ള ബൾബിൽ നിന്ന് B3 എന്നുള്ള ബൾബിലേക്ക് എത്തുന്നു. അങ്ങനെ കറണ്ട് B3യിലൂടെ കടന്ന് B3യിലൂടെ കടന്ന് തൊട്ടടുത്ത നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തി. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ബൾബ് പ്രകാശിക്കുന്ന കാണാം. നേരത്തെ ഒരു ബൾബാണെങ്കിൽ ഇവിടെ 3 ബൾബുകൾ കണക്ട് ചെയ്തു. ഈ 3 ബൾബുകളും ഒരേ സമയം നമുക്ക് പ്രകാശിക്കുന്നത് കാണാൻ പറ്റും. അതാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത. ഇനി നോക്കിക്കോളൂ, അവിടെ 3 ബൾബുകളും ഒരേ സമയം പ്രകാശിക്കുന്നു. പക്ഷേ അതിൽ B3 എന്ന ബൾബ് ഞാൻ ഊരിയെടുത്തപ്പോൾ തൊട്ടടുത്ത എല്ലാ ബൾബുകളും ഓഫ് ആവുന്നു. അതെന്ത് മാജിക്കാണ് മക്കൾസ്? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 3 ബൾബുകൾ കണക്ട് ചെയ്തു. അതിൽ B3 എന്ന ബൾബ് ഞാൻ ഊരും അല്ലെങ്കിൽ ആ ഹോൾഡറിൽ എടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ ബൾബുകളും ഓഫ് ആവുന്നു. അല്ലെങ്കിൽ B3 എന്ന ബൾബ് പെട്ടെന്ന് ഫ്യൂസ് ആയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 3 ബൾബുകളും ഓഫ് ആവുന്നു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു റൂമിലെ ബൾബ് ഓഫ് ആയാൽ തൊട്ടടുത്ത് എല്ലാ റൂമിലെ ബൾബ് ഓഫ് ആവുന്നു. അങ്ങനെ എവിടെയും സംഭവിക്കാറുണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം? അതിനുള്ള ഉത്തരമാണ് മക്കൾസ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, നെക്സ്റ്റ് പിക്ചർ. വീണ്ടും ഞാൻ പുതിയൊരു പിക്ചറുമായി വന്നിരിക്കുന്നു. അവിടെയും നേരത്തെ പറഞ്ഞ അതേപോലെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ ശ്രദ്ധിക്കണം, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. 3 ബൾബുകൾ ഞാൻ കണക്ട് ചെയ്തു. ആ 3 ബൾബുകൾ ഞാൻ ഇവിടെ B1, B2, B3 3 ബൾബുകൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് വന്ന് B1 എന്നുള്ള ബൾബിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നു. കറക്റ്റ് ആണല്ലോ? നോക്കൂ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ. B1ലൂടെ കറണ്ട് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം തന്നെ കറണ്ട് ഇതിലൂടെ വന്ന് B2യിലൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടാമതും അടുത്ത അതേ സമയം തന്നെ B3യിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും എല്ലാ ശാഖകളിലൂടെയും എല്ലാ ബ്രാഞ്ചിലൂടെയും എല്ലാ ശാഖകളിലൂടെയും കറണ്ട് ഒരേ സമയം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ 3 ബൾബുകളും ഒരേ സമയം പ്രകാശിക്കും. അതിൽ ഞാൻ B2 എന്ന ബൾബ് ആ ഹോൾഡറിൽ നിന്ന് ഊരിയെടുത്ത് വിചാരിക്കുക. അതല്ലെങ്കിൽ ആ B2 എന്നുള്ള ബൾബ് പെട്ടെന്ന് ഓഫായി അല്ലെങ്കിൽ ഫ്യൂസായി എന്ന് വിചാരിക്കുക. മറ്റു ബൾബുകൾക്ക് വല്ല പ്രശ്നം വരുമോ? ഇല്ല. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ B2 എന്ന ബൾബ് ഹോൾഡറിൽ നിന്ന് ഊരിയെടുത്താലും തൊട്ടടുത്ത B1, B3 എന്നുള്ള ബൾബിന് യാതൊരു പ്രശ്നവുമില്ലാതെ, സൈലത്തിലെ മക്കളെ പോലെ യാതൊരു പ്രശ്നവുമില്ലാതെ ഇവിടെ ബൾബ് പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മളെ ചിത്രത്തിൻ്റെ പ്രത്യേകത. ഒരേ ബൾബുകൾ, ഒരേ കണക്ഷൻ. പക്ഷെ ആ കണക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഏറ്റവും ഫസ്റ്റ് കണ്ട പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒറ്റ ബൾബ് മാത്രമേ കണക്ട് ചെയ്തുള്ളൂ. രണ്ടാമത്തെ പിക്ചറിൽ ഞാൻ 3 ബൾബുകൾ കണക്ട് ചെയ്തു. അവിടെ ഒരു ബൾബ് ഊരിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എല്ലാ ബൾബുകളും ഓഫ് ആവുന്നു. ഇനി മൂന്നാമത്തെ ചിത്രത്തിലെ അതേ ബൾബുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു ബൾബ് ഓഫ് ആക്കി എന്തെങ്കിലും ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താണ് മക്കൾസ്? എന്താണ് കാരണം? അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ 2 പിക്ചർ ഞാൻ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിലേക്ക് മക്കൾസ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബൾബിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തു. പോസിറ്റീവ് നിന്ന് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തു. ഞാൻ B1, B2, B3 എന്ന് ജസ്റ്റ് ഇവിടെ എഴുതി വയ്ക്കാം. B1, B2, B3 എന്ന് പറഞ്ഞാൽ മക്കൾസ് 3 ബൾബുകളാണ്. തൊട്ടടുത്ത പിക്ചറിലോ അവിടെയും B1, B2, B3 എന്ന് പറഞ്ഞാൽ 3 ബൾബുകൾ കണക്ട് ചെയ്തു. ഒരേ ബൾബുകളാണ് കണക്ട് ചെയ്ത്. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു, വയർ വഴി കണക്ട് ചെയ്തു. പക്ഷേ ചിത്രത്തിൻ്റെ പേരിൽ മാറ്റം വന്നു, ചിത്രത്തിൻ്റെ കണക്ഷനിലും മാറ്റം വന്നു. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി എന്തിന് കൺഫ്യൂഷൻ? ആ കൺഫ്യൂഷൻ തീർക്കാൻ ഈ ഒരൊറ്റ പിക്ചർ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വിശ്വാസം എന്നെ തന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെ നോക്കൂ, പാരലൽ സർക്യൂട്ട്. ഇവിടെ പേര് കൊടുത്ത എന്താണ്? പാരലൽ സർക്യൂട്ടാണ്. അതായത് സമാന്തര സർക്യൂട്ടാണ്. സമാന്തര രീതി എന്നൊക്കെ പറയും. തൊട്ടടുത്ത് സീരീസ് സർക്യൂട്ടാണ്. സീരീസ് അതായത് ശ്രേണി രൂപത്തിലുള്ളതാണ്. ഒരു ശ്രേണിയായിട്ടുള്ള സർക്യൂട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സമാന്തര രീതിയിലുള്ളതും ശ്രേണി രൂപത്തിലുള്ള 2 സർക്യൂട്ടുകൾ നമുക്ക് തന്നു. ഇനി അതിലേക്ക് നോക്കൂ മക്കൾസ്, അവിടെ എന്ത് സംഭവിക്കുന്നു? പാരലൽ സർക്യൂട്ടിൽ B2 എന്നുള്ള ബൾബ് ഹോൾഡർ ഊരിക്കഴിഞ്ഞാൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. മറ്റ് 2 ബൾബുകൾ നല്ല ഉഷാറോടുകൂടി പവറോടുകൂടി പ്രകാശിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ സീരീസ് കണക്ഷനിൽ, ആ സീരീസ് സർക്യൂട്ടിൽ 3 ബൾബുകൾ വെച്ചാൽ അതിൽ B3 എന്നുള്ള ബൾബ് ഊരിക്കഴിഞ്ഞാൽ മറ്റ് 2 ബൾബുകൾ ഓഫാകുന്നു. ഈ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസും നമുക്ക് ഈ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീടുകളിൽ വയറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ഈ രണ്ട് രീതിയിലുള്ള കണക്ഷനാണ് വരുന്നത്. ഒന്ന് സീരീസും മറ്റൊന്ന് പാരലും. ഈ സീരീസും പാരലും ശ്രേണി രീതിയും സമാന്തര രീതിയും, ശ്രേണി രീതിയും സമാന്തര രീതിയും. മക്കൾസ്, നമ്മളെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഈ ചാപ്റ്ററിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററിൽ എപ്പോഴും കുട്ടികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ സീരീസും പാരലും. ആ കൺഫ്യൂഷനും ഇതോടുകൂടി നമുക്ക് തീർക്കണം. ഇതിലെ മാത്തമെറ്റിക്കൽ രീതികൾ, ഗണിതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം മാറ്റിവെച്ച് തിയറിപരമായിട്ടുള്ള ഏകദേശം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ചെറിയ ടെക്നിക്ക് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഗണിത രൂപത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീടും വരാം. അപ്പോൾ നോക്കൂ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതായിരുന്നു. ഇനി ആ ചിത്രത്തിലൊരു പ്രശ്നം കണ്ടെത്താൻ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിത്രമാണ്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും പാലങ്ങൾ, അല്ലേ? പ്രളയമൊക്കെ വരുന്ന സമയത്ത് പാലങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ഈ പാലത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പാലം, ഇത് ഒന്നാമത്തെ പാലമാണ്, ഇത് ഫസ്റ്റ് പാലം, ഇത് രണ്ടാമത്തെ പാലം, ഇത് തേർഡ് പാലാണ് വരുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ കുട്ടികൾ എങ്ങനെ സഞ്ചരിക്കുന്നു? കുട്ടികൾ ഇലക്ട്രോണുകളാണ്, കറണ്ടാണ്, വൈദ്യുതിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഈ കുട്ടികൾ സഞ്ചരിക്കുന്ന വൈദ്യുതി ഇങ്ങനെ സഞ്ചരിക്കുന്നു വിചാരിക്കുക. തൊട്ടടുത്ത് ചിത്രം നോക്കൂ, രണ്ടാമത്തെ ബ്രിഡ്ജ് പാലം പൊട്ടിയിരിക്കുന്നു. ആ പാലം പൊട്ടിയോടുകൂടി പിന്നെ ഇതിലെ ആളുകൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കി? ഒരൊറ്റ വഴിയിലൂടെയുള്ള സർക്യൂട്ട്, ഒരൊറ്റ വയറിലൂടെയുള്ള പാസിങ്, അതിലെവിടേക്കേലും ഇടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ പിന്നെ ടോട്ടൽ മൊത്തം പ്രശ്നമായി മാറിക്കഴിഞ്ഞു മക്കൾസ്. അതാണ് നമ്മളെ ശ്രേണി രീതി. ആ ശ്രേണി രീതിയോടുള്ള ബുദ്ധിമുട്ട് സീരീസ് കണക്ഷനാണ്. ഈ സീരീസ് കണക്ഷനോടുള്ള ബുദ്ധിമുട്ട് ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ വഴിയിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ പിന്നീട് തുടർച്ചയായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാ ബൾബുകളും ഓഫ് ആകുന്നു. അതാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ചിത്രം. ഇനി രണ്ടാമത്തെ നോക്കൂ, നമുക്ക് 3 പാലങ്ങൾ, 3 ബ്രിഡ്ജുകൾ എന്ത് ചെയ്തു? നല്ല രസകരമായിട്ടുള്ള ഇങ്ങനെ പാരലായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലേ? സമാന്തരമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ഇതിലൂടെ സഞ്ചരിക്കാൻ പറ്റും, ഇതിലൂടെയും സഞ്ചരിക്കാം. ഇതിൻ്റെ ഇടയിലുള്ള ഈ സെൻട്രലിലെ ബ്രിഡ്ജ് പാലം കംപ്ലൈൻറ്റ് ഒന്ന് പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക, ഒരു കുഴപ്പവുമില്ല. കൂസലായി ഈസിയോടുകൂടി എന്ത് ചെയ്യുക? തൊട്ടടുത്ത 2 പാലത്തിലൂടെ എന്ത് ചെയ്യുക? പാസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ചിരുന്ന പിക്ചർ. 3 ബൾബുകൾ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ സെൻട്രലിലെ ബൾബിലോ ഹോൾഡറിൽ ഊരിയാലും അല്ലെങ്കിൽ സെൻട്രലിലെ ബൾബ് ഫ്യൂസായി പോയാലും തൊട്ടടുത്ത ബൾബുകൾ എന്ത് ചെയ്യുന്നു? നല്ല ഊർജ്ജസ്വലതയോടുകൂടി, നല്ല എനർജറ്റിക്കായി അത് പ്രകാശിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എല്ലാ ഉപകരണങ്ങളും, നമുക്ക് എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസും, നമുക്ക് ബൾബുകളാവാം, എന്തുമാവാം, നമ്മൾ വീടുകളിലെ കണക്ഷൻ ആയിരിക്കാം, അത് 2 രീതിയിലാണ്. ഓർത്തു വയ്ക്കുക, സീരീസ് അല്ലെങ്കിൽ പാരലൽ. ശ്രേണി രീതി, അത് സമാന്തര രീതി. അപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രതിരോധങ്ങളുടെ കോമ്പിനേഷൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ 2 പിക്ചർ കാണിച്ചു തന്നിരുന്നു. അത് പലപ്പോഴും ശ്രേണി രീതിയാണോ സമാന്തര രീതിയാണോ അങ്ങോട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. അതിലുണ്ടാകുന്ന വോൾട്ടേജ്, കറണ്ട്, ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, വൈദ്യുത പ്രവാഹ തീവ്രത, അതോടൊപ്പം തന്നെ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, അതോടൊപ്പം തന്നെ സഫല പ്രതിരോധം എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഇതിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, വളരെ പെർഫെക്റ്റായി, ക്ലിയറായി. മക്കൾസ്, ഞാൻ പറയുന്നില്ല ആർക്കൊരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ? റെഡി. അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ. അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന. ബൾബുകൾ കണക്ട് ചെയ്ത് സീരീസും പാരലും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൾബുകൾക്ക് പകരം, മക്കൾസ് ഇവിടെ ശ്രദ്ധിക്കൂ, ബൾബുകൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? റെസിസ്റ്റർ, പ്രതിരോധകങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാണ്. റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കോളൂ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒന്നാമത്തെ റെസിസ്റ്റർ R1, ഇതും R, അപ്പോൾ 3 R, R1, R2, R3, ഇങ്ങനെ 3 പ്രതിരോധകങ്ങൾ എന്ത് ചെയ്തു? ഒരു സെല്ല് വഴിതാ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. മക്കൾസ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 3 പ്രതിരോധങ്ങൾ എത്രയും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2 പ്രതിരോധങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളൂ, 2 റെസിസ്റ്ററെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്കത് 3 എണ്ണാക്കി കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ ഇവിടെ R1, R2, R3, ഈ 3 റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? ഞാനൊരു സെല്ല്, ഒരു ബാറ്ററിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ കറണ്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ടിന് പാസ് ചെയ്യാൻ നേരത്തെ ആ 3 ബ്രിഡ്ജ് പോലെ ഒറ്റ വഴി മാത്രമുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ബ്രിഡ്ജ്, ഇതിലേതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് വല്ല കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല മക്കൾസ്. അപ്പോൾ നോക്കൂ, ഇതിലൂടെ കറണ്ട് എല്ലാ സമയത്തും പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മക്കൾസ്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, കറണ്ട് എല്ലാ സമയത്തും ഇതിലൂടെ പാസ് ചെയ്യുന്നു. കറണ്ട് R1 വന്ന് R2 വന്ന് R3 വന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ടിന് പാസ് ചെയ്യാനാകെ ഒറ്റ വഴി മാത്രമുള്ളൂ മക്കൾസ്. ആ വീഡിയോയിലേക്കും ജസ്റ്റ് നോക്കൂ നിങ്ങൾ. കറണ്ട് ഇപ്പോൾ പാസ് ചെയ്യുന്ന ഒരു ചെറിയൊരു സ്പോട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നോക്കുകയുള്ളൂ. അപ്പോൾ കറണ്ടിന് പാസ് ചെയ്യാനാകെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കറണ്ട് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒറ്റ വഴി മാത്രമേ പാസ് ചെയ്യാൻ. നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ ആകെ ഒരു വഴിയുള്ളൂ, നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ആകെ ഒരു വഴിയുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ കുട്ടികളും ഒറ്റ വഴിയിലൂടെ മാത്രമേ പോകുള്ളൂ. അതിനിടയിൽ വല്ല ബ്ലോക്ക് വന്നാൽ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്താൻ പറ്റുമോ? വീടുകളിലേക്ക് എത്താൻ പറ്റുമോ? അത് തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് പകരം നമ്മൾ കറണ്ട് ഇലക്ട്രോണുകളാണെന്ന് വിചാരിക്കുക. ഈ കറണ്ട് എല്ലാ സമയത്തും ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എല്ലാ സമയത്തും സഞ്ചരിക്കുമ്പോൾ ഒറ്റ വഴി മാത്രമുള്ളൂ മക്കൾസ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കറണ്ട് ഇവിടെ സെയിം ആണ്. കറണ്ട് ഇവിടെ എപ്പോഴും തുല്യമായിരിക്കും ഓർത്ത് വയ്ക്കുക. തൊട്ടടുത്ത പിക്ചറിലേക്ക് ഞാൻ തന്നത് നോക്കൂ. ഇവിടെ ഞാൻ ഒരു റെസിസ്റ്റൻസ്, രണ്ടാമത്തെ റെസിസ്റ്റൻസ്, മൂന്നാമത്തെ റെസിസ്റ്റൻസ് നമുക്കിവിടെ R1 R2 R3 അടയാളപ്പെടുത്തിയാണ്. ഇനി V1 V2 V3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനായിരിക്കും മക്കൾ? വോൾട്ടിമീറ്റർ ആണ്. ഇവിടെ ഞാനൊരു വോൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് വെച്ചു. തൊട്ടടുത്ത R2 ഞാനൊരു വോൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. ഇവിടെയും ഞാനൊരു വോൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. 3 വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യാനുള്ള കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഉപകരണം, ചെറിയൊരു ഡിവൈസാണ് നമ്മളെ വോൾട്ടിമീറ്റർ. അപ്പോൾ R1 ഒരു വോൾട്ടേജ് ആയിരിക്കും, R2 വേറൊരു വോൾട്ടേജ് ആയിരിക്കും, R3 വേറൊരു വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അവിടെ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ് നിങ്ങൾ ആ ചിത്രത്തിൽ മനസ്സിലാക്കണം. അതായത് എപ്പോഴും ഒരു റെസിസ്റ്ററിൽ, ഇപ്പോൾ ഒരു റെസിസ്റ്റർ എടുത്തു വിചാരിക്കാം, ഒരു പ്രതിരോധകം നമ്മൾ എടുത്തു വിചാരിക്കാം, ഇതിൻ്റെ രണ്ടെൻഡിലുമാണ് എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളെപ്പോഴും മെഷർ ചെയ്യുക. അതുകൊണ്ട് ആ പ്രതിരോധകത്തിൻ്റെ ഒന്നാമത്തെ R1 എന്ന പ്രതിരോധകത്തിൻ്റെ രണ്ടെൻഡ് ഇവിടെയാണ് വരുന്നത്. അടുത്ത R2 എന്നുള്ള പ്രതിരോധത്തിൻ്റെ രണ്ടെൻഡ് ഇവിടെ വന്നു. R3 എന്നുള്ള പ്രതിരോധത്തിൻ്റെ രണ്ടെൻഡ് ഇവിടെ വന്നു. അതിൻ്റെ ഇടയിൽ ഓരോന്നിൻ്റെയും എൻഡിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മക്കൾസ്, എൻ്റെ കുഞ്ഞു മക്കൾസ്, നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇവിടെ സെയിം ആണെങ്കിൽ, കറണ്ട് ഇവിടെ സെയിം ആണെങ്കിൽ പകരം എന്ത് ഡിഫറൻ്റ് ആയിരിക്കും? വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യാസമായിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും ഓർത്തേക്കുക. കറണ്ട് തുല്യമാണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, കറണ്ട് തുല്യമാണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ സീരീസ് കണക്ഷനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് സെയിം ആണ്. പകരം എത്ര ഡിവൈസ് കണക്ട് ചെയ്തു അത്രയും ഡിവൈസിൻ്റെ വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വ്യത്യാസമായിരിക്കും മക്കൾസ്. അപ്പോൾ ഇവിടെ നോക്കൂ, വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, വ്യത്യാസമാണ്. അതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി അടുത്തൊരു ചിത്രത്തിലേക്ക് നോക്കും. ഞാൻ അതേ പ്രതിരോധത്തിനെ താഴെ പാരലായിട്ട് സമാന്തരമായി ബന്ധിപ്പിച്ചു. ഈ ചിത്രത്തിൽ ഇവിടെ R1 മക്കൾസ്, R1 R2 R3 ഇങ്ങനെ 3 പ്രതിരോധങ്ങൾ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. R1 R2 R3. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ടിന് പാസ് ചെയ്യാൻ ഇതിന് 3 വഴികളാണ്. അതുകൊണ്ടാണ് ഇവിടെ I1 I2 I3 പ്രത്യേകം ശ്രദ്ധിക്കുക. I1 I2 I3 3 കറണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കറണ്ടിന് പോകാൻ 3 വഴികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ, നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ 3 വഴികളും 4 വഴികളുണ്ടെങ്കിൽ കുട്ടികൾ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ കറണ്ടും. മക്കൾസ് ഇവിടെ നോക്കൂ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ 3 സ്പ്ലിറ്റ് വഴിയിലൂടെ, 3 വഴിയിലൂടെ I1 I2 I3 എന്നുള്ള 3 വഴിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മക്കൾസ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അങ്ങനെയെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. വോൾട്ടേജ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. കാരണം ഇതാണ് മക്കൾസ്, ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മളെല്ലാ റെസിസ്റ്ററിൻ്റെയും, എല്ലാ പ്രതിരോധകത്തിൻ്റെയും എൻഡ്, ഒരു പ്രതിരോധകത്തിൻ്റെ രണ്ട് എൻഡിലുമായിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, ഇവിടെ 2 എൻഡ് വരുന്നത് കണ്ടോ? ആ 2 എൻഡിൽ നിന്നാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റെസിസ്റ്ററിൻ്റെ 2 എൻഡിൽ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്, ഐസ് ഡിഫറൻ്റ് ആണ്.
ഐ 3 വഴിയിലൂടെ പോയി. ഐ ഡിഫറൻ്റ് ആയതുകൊണ്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? സെയിം ആവുന്നു. അതാണ് നിങ്ങളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷൻ സമാന്തര രീതി, ഇത് സമാന്തര രീതിയാണ്. ഈ സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാരലായിട്ട് വരുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഡിഫറൻ്റ് ആയതുകൊണ്ട് അവിടെ എന്ത് സെയിം ആവുന്നു? വോൾട്ടേജ് സെയിം ആവുന്നു. അതാണ് നിങ്ങൾ നേരത്തെയും പഠിച്ചിരുന്നത്. അതായത് ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇവിടെ ഒറ്റ വഴിയിലൂടെ മാത്രമേ കറണ്ട് പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കറണ്ട് സെയിം ആണ്, പകരം വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ഇനി ഇവിടെ റെസിസ്റ്റൻസ് നോക്കൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ 3 ഓം, ഇവിടെയും ഞാൻ 3 ഓം, 3 ഓം, ഇവിടെയും ഞാൻ 3 ഓം എടുത്ത് വിചാരിക്കുക. ഒറ്റ വരിയായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഗണിത പ്രശ്നത്തിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല, പകരം നേരിട്ട് ആഡ് ചെയ്ത് 3 + 3 + 3 സമം എത്ര കിട്ടി? 9 ഓം. 9 ഓം നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് 9 ഓമായി. ഇവിടെ റെസിസ്റ്റൻസ് എത്ര വന്നു? 9 ഓമായി. കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് വ്യത്യാസമാണ്. റെസിസ്റ്റൻസ് 9 ഓം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൂടുതലാവുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ എപ്പോഴും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ തൊട്ടടുത്ത പിക്ചറിലേക്ക് നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത്, ഇവിടെ പ്രതിരോധങ്ങൾ താഴെ ബന്ധിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ഓം, ഇവിടെയും ഞാൻ 3 ഓം, ഇവിടെയും 3 ഓം, ഇങ്ങനെ 3 ഓം എടുത്ത് വിചാരിക്കുക. താഴെയാണ് കണക്ട് ചെയ്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ എഴുതി കൂട്ടുക. +1/3 + 1/3 + 1/3 = താഴെ സെയിം ആണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതി വെക്കാം മക്കൾ. 3 എന്ന് എഴുതി മുകൾ ഭാഗത്ത് നേരെ ആഡ് ചെയ്യുക. 3/3 എന്നാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത 1 ഓം നമുക്ക് കിട്ടി. അതായത് സമാന്തര രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ അവിടുത്തെ ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം, അതാണ് സഫല പ്രതിരോധം. അതിവിടെ 1 ഓം മാത്രമേ കിട്ടിയുള്ളൂ. വളരെ കുറയാണ് ചെയ്തത്. അതുകൊണ്ട് 6 എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ കുറവായിരിക്കും മക്കൾ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രേണി രീതിയിൽ നമ്മൾ പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് വരുന്ന ഒരു 2 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രേണി രീതിയിൽ കറണ്ട് സെയിം ആയിരിക്കും, അതുകൊണ്ട് വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, പ്രതിരോധം എപ്പോഴും കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇനി സമാന്തര രീതിയിലാകുമ്പോൾ 3 വഴിയിലൂടെ പോകുന്നു, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, അതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും, റെസിസ്റ്റൻസ് എപ്പോഴും കുറവായിരിക്കും. പേടിക്കണ്ട, ഞാനിതാ ഇതോടെ നിങ്ങൾക്കൊരു ടേബിൾ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് മക്കൾസോടും ശ്രദ്ധിക്കൂ. പ്രതിരോധം എങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു? 3 പ്രതിരോധം, അടുത്തത് 3 പ്രതിരോധം, റെസിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ താഴെ ബന്ധിപ്പിച്ചു. ഇതൊക്കെ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കുക. ഇത് ശ്രേണി, ഇതൊരു സെല്ലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വിചാരിക്കുക. ഇവിടെ കറണ്ടിന് പാസ് ചെയ്യാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. മക്കൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക, കറണ്ടിന് പാസ് ചെയ്യാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഐ എപ്പോഴും സെയിം ആണ്, കറണ്ട് എപ്പോഴും തുല്യമാണ്. നേരെ മറിച്ച് ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ കറണ്ടിന് പാസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? 3 വഴികളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യുന്നു? ഐ എപ്പോഴും എന്തായിരിക്കും? ഡിഫറൻ്റ് ആണെന്ന് ഓർത്തേക്കുക. ഐ എപ്പോഴും എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നേരത്തെ വോൾട്ടേജ്, കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആയതുകൊണ്ട് വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് 3 ഓം കൂടി 3 പ്രതിരോധങ്ങളുടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 9 ഓം എന്ന് കിട്ടി. അതുകൊണ്ട് റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും, തൊട്ടപ്പുറത്ത് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും, ഡിക്രീസ് ആയിരിക്കും എന്ന് ഓർത്തേക്കുക. ഇതാണ് ശരിക്കും നമ്മളെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ചെറിയൊരു പോയിന്റ്. ഹലോ മക്കൾസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഫൈനൽ ആൻസർ, അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റർ ഇൻ സർക്യൂട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രതിരോധങ്ങളുടെ ഒരു സംയോജനം, കോമ്പിനേഷൻ, കണക്ഷൻ. അത് 2 രീതിയിലാണ്. അതായത് ഒന്ന് സീരീസും മറ്റൊന്നും പാരലും. അപ്പോൾ ഇതിലേക്കൊന്ന് നോക്കുക. കണക്ഷൻ എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനുമാണ്. ആ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനിലും കറണ്ട്, വൈദ്യുതി, നമ്മളെ വൈദ്യുതപ്രവാഹ തീവ്രത, കറണ്ട് സീരീസിൽ എപ്പോഴും സെയിം ആണ്. കാരണം ഇതിലൂടെ എപ്പോഴും ഒറ്റ വഴിയിലൂടെ മാത്രമേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. തൊട്ടപ്പുറത്ത് സമാന്തര രീതി, പാരലൽ കണക്ഷനിൽ കറണ്ട് 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. നിങ്ങൾക്ക് ആ വിഷ്വലിൽ കാണാൻ പറ്റും. ഇനി കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് വ്യത്യാസമാണ്.
വോൾട്ടേജ് വ്യത്യാസമാണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്, കാരണം ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആണ്, അപ്പോൾ വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ശ്രേണി രീതിയിൽ സീരീസ് കണക്ഷൻ നേരത്തെ നമുക്ക് 9 ഓം ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ എപ്പോഴും റെസിസ്റ്റൻസ് എപ്പോഴും ഈ കണക്ഷനിൽ എപ്പോഴും റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യപ്പോഴും റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇനി ലാസ്റ്റ് ചിത്രം പാരലൽ കണക്ഷനിൽ നമുക്ക് 1 ഓം ആണ് കിട്ടിയത്, 1 ഓം ആണ് കിട്ടിയത്. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആയിരിക്കും. ഇനി സ്വിച്ചുകളുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഏറ്റവും ഫസ്റ്റ് പഠിച്ചിരുന്ന പിക്ചറത്തിൽ ഒരു ബൾബ് ഊരിക്കഴിഞ്ഞാൽ ഒരു ബൾബ് ഓഫ് ആയാൽ ടോട്ടൽ ബൾബുകൾ എന്ത് ചെയ്യുന്നു, ഓഫ് ആവുന്നു. ഒരു സ്വിച്ച് ഓഫ് ആക്കിയാൽ ടോട്ടൽ ബൾബുകൾ ഓഫ് ആവുന്നു. അതിൻ്റെ അർത്ഥം സീരീസ് കണക്ഷൻ നമുക്ക് ഓരോ ഉപകരണങ്ങളെയും പ്രത്യേകം നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കനോട്ട് ബി കൺട്രോൾഡ് ഇൻഡിവിജ്വലി. നമുക്ക് ഓരോന്നും വ്യത്യാസമായിട്ട് കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ഏതിൽ, സീരീസ് കണക്ഷനിൽ. നേരെ മറിച്ച് പാരലൽ കണക്ഷനിൽ വരുമ്പോൾ അത് എന്ത് വരുന്നു, ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഇൻഡിവിജ്വലി. നമ്മൾ 3 ബൾബ് രണ്ടാമത്തെ പിക്ചറിൽ പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഏതെങ്കിലും ഒരു ബൾബ് ഓഫ് ആകുക അല്ലെങ്കിൽ ഹോൾഡർ ഊരിക്കഴിഞ്ഞാൽ മറ്റ് 2 ബൾബുകൾക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത് മക്കൾസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, കറണ്ട് സീരീസിൽ എങ്ങനെയാണ്, സെയിം, തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഇനി സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും, വ്യത്യാസമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഫല പ്രതിരോധം ടോട്ടൽ പ്രതിരോധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും സീരീസ് കണക്ഷനിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു, കൂടുന്നു, എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നു. പാരലൽ കണക്ഷനിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്വിച്ചുകൾ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ ഓരോന്നിനെ പ്രത്യേകം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഈ സീരീസ് കണക്ഷനിൽ. നേരെ വെച്ച് പാരലൽ കണക്ഷനിൽ നമുക്ക് പ്രത്യേകം നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ. പക്ഷേ ഇപ്പോഴും ആദ്യത്തെ പിക്ചറിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതിന് മുന്നേ ഒരു സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും എല്ലാ ഉപകരണങ്ങളും നമുക്ക് 2 രീതിയിൽ ബന്ധിപ്പിക്കാം. അതാണ് സീരീസ് കണക്ഷൻ, മറ്റൊന്ന് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അതിൻ്റെ വ്യത്യാസമാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നോക്കൂ, ഏറ്റവും ആദ്യത്തെ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടെ ശ്രദ്ധിക്കൂ. ഇത് ഒറ്റടിക്ക് കാണുമ്പോൾ ഇത് സീരീസ് ആണോ പാരലൽ ആണോ നിങ്ങൾക്ക് തിരിച്ചറിയില്ല. അതിന് വേണ്ട ഒരു ട്രിക്ക് ഇതാണ്, ഓർത്ത് നിൽക്കുക. അതായത് ഒരു റെസിസ്റ്റൻസിൻ്റെ ഇവിടെ നോക്കി, ഈ റെസിസ്റ്ററിൻ്റെ 2 അഗ്രങ്ങളും സെല്ലിലേക്ക് എത്തുന്നുണ്ടോ നോക്കുക. ഇവിടെ നോക്കൂ, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഈ R1 ഇപ്പോൾ ഒരു എക്സാമ്പിൾ, R1 ഇത് R1ഉം ഇത് R2, ഇത് R1 R2 R3 R4 എത്ര പ്രതിരോധവും കണക്ട് ചെയ്യാം. ഇവിടെ ഈ R1 എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ ഈ എൻഡ് പോസിറ്റീവിലേക്ക് എത്തി, ഈ എൻഡ് എവിടെ എത്തി, പോസിറ്റീവിലേക്ക് എത്തി. ഇനി അടുത്തത് ഈ R1 എന്നുള്ള റെസിസ്റ്റൻസ് അടുത്ത അഗ്രം നോക്കും, നേരെ നെഗറ്റീവിലേക്ക് എത്തി. അപ്പോൾ ഒരു സെല്ലിൻ്റെ 2 എൻഡിലേക്കും ഒരു ഉപകരണത്തിൻ്റെ 2 എൻഡും എത്തുന്നുണ്ടെങ്കിൽ അതാണ് സമാന്തര രീതി. ഇനി നോക്കിക്കോളൂ, അതാണ് പാരലൽ കണക്ഷൻ. R2 എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ എൻഡും ഇവിടെ എത്തിച്ചേർന്നു, ഈ R2ൻ്റെ അടുത്ത എൻഡും ഇവിടെ എത്തിച്ചേർന്നു. അപ്പം നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ, നേരെ വരുന്ന കാണുമ്പോൾ ഒറ്റടിക്ക് അത് സീരീസ് ആണെന്ന് പറയരുത്. ഒരു ഉപകരണത്തിൻ്റെ, ഒരു റെസിസ്റ്ററിൻ്റെ, അതല്ലെങ്കിൽ ഒരു ബൾബിൻ്റെ 2 എൻഡും ഒരു സെല്ലിലേക്ക് നിങ്ങളിങ്ങനെ വരച്ചു നോക്കുക. ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ പേടിക്കണ്ട, എന്ത് ചെയ്യാം, ഈ ചിത്രത്തിൽ നിന്ന് ഇങ്ങനെ വരച്ചു നോക്കുക. അതായത് R1 നേരെ നെഗറ്റീവിലേക്കും ഈ R1 നേരെ പോസിറ്റീവിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ R2 നേരെ ഇങ്ങോട്ട് വന്നു, അതേപോലെ ഇങ്ങോട്ടും എത്തിച്ചേർന്നു. അപ്പോൾ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് മക്കൾ ഇതേതാണ്, സമാന്തര രീതി. എന്താ പറയുക, സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കും. ഈ R1 എൻഡ് പോസിറ്റീവിൽ നിന്ന് ഇങ്ങോട്ട് എത്തി, പക്ഷേ നെഗറ്റീവിലേക്ക് എത്തുന്നുണ്ടോ? എത്തണമെങ്കിൽ R2 കടന്ന് R3 കടന്ന് R4 കടന്ന് വേണം ഇവിടെ എത്തിച്ചേരുക, അല്ലേ? അപ്പോൾ മക്കൾസ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായോ? ഈ ഉപകരണത്തിൽ ഈ റെസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ ഈ എൻഡ് ഇവിടെ എത്തിച്ചേർന്നു, പക്ഷെ രണ്ടാമത്തെ എൻഡ് ഇവിടെ നെഗറ്റീവിൽ എത്തുന്നുണ്ടോ? ഇല്ല. പകരം R4 ഈ എൻഡാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എൻഡ് ഇവിടെ വേറൊരാൾ പിടിച്ചു, അപ്പോൾ ഇതിൻ്റെ കൈ അപ്പുറത്തേക്ക് എത്തിച്ചേരുന്നുണ്ടോ? ഇല്ല. അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് മക്കൾ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കൂ. അതായത് ഇതിൻ്റെ എൻഡ് ഇവിടെ എത്തി, പക്ഷെ രണ്ടാമത്തെ റെസിസ്റ്ററാണ് എത്തിയത്. ഇനി R2ൻ്റെ എൻഡ് R3 എത്തി, R3യുടെ എൻഡ് R4 എത്തി, R4 എൻഡാണ് ഇവിടെ നെഗറ്റീവിലേക്ക് എത്തിച്ചേരുന്നത്.
അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം മക്കൾസ്. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾ ചിലപ്പോൾ സീരീസ് എന്ന് പറയും. കാരണം എന്താണ്? ഇതിങ്ങനെ ഡയറക്റ്റ് നേരെയാണ്. നേരെ മറിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വന്നുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, പാരലാണെന്ന് വിചാരിക്കരുത്. ഒരു റെസിസ്റ്ററിൻ്റെ രണ്ടെൻഡും സെല്ലിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ അത് പാരലായി. ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു എൻഡ് അടുത്ത റെസിസ്റ്ററിലേക്കാണ് വരുന്നതെങ്കിൽ അത് സീരീസ് കണക്ഷനാണ്. ഇതായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മക്കൾസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തിന് കൺഫ്യൂഷൻ എന്നുള്ള ഈ ചെറിയ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ മാത്തമെറ്റിക്കൽ രൂപത്തിലേക്ക്, മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, ഗണിത പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതിൻ്റെ ഇക്വേഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ എപ്പോഴും കുട്ടികൾക്ക് സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷനും അതിൽ വോൾട്ടേജ് എങ്ങനെ, കറണ്ട് എങ്ങനെ, ടോട്ടൽ ഇഫക്റ്റ്, റെസിസ്റ്റൻസ് എങ്ങനെ, അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറ്റണം, മാറിയിരിക്കണം. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്ത് വയ്ക്കുക, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലെ ആ കൺഫ്യൂഷൻ, ഒരുപാട് കൺഫ്യൂഷനുകൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഭയായി തീരും. കാരണം ഒരു കൺഫ്യൂഷൻ വന്നാൽ അതിൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് അതിൻ്റെ കാരണം നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ കൂടുതൽ അറിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. അങ്ങനെ കൂടുതൽ അറിവിലേക്ക് എത്തിച്ചേർന്ന് പ്രതിഭയായി, ജീനിയസായി മാറട്ടെ. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനിന് വേണ്ട. ഇനി എന്തിന് കൺഫ്യൂഷൻ? സീരീസ്, പാരലൽ, അതിലെ വോൾട്ടേജ് എങ്ങനെ, കറണ്ട് എങ്ങനെ, ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, വൈദ്യുതപ്രവാഹ തീവ്രത, വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, സഫല പ്രതിരോധം, അത് എങ്ങനെയാണെന്നുള്ളത് ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മക്കൾസ്, സംസാരിക്കുന്നത് JK ഫ്രം സൈലം. എല്ലാവർക്കും നല്ലൊരു താങ്ക് യു. ഓക്കെ, ബൈ ബൈ, വണക്കം.